الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അവൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വളരെ ശക്തമായി ജനങ്ങളുടെ മേൽ ഏൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ലോകം വളരെ സന്തോഷത്തിലാണ്. ഭൂലോകത്ത് വൻകരകളിൽ ജീവിക്കുന്ന മനുഷ്യർ ദീനുൽ ഇസ്ലാമിലൂടെ മോചനത്തിൻ്റെ മാർഗം സ്വീകരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനിൻ്റെ ദഅ്വ പരിപാടികൾ, പ്രബോധന പരിപാടികൾ, ദഅ്വത്തിൻ്റെ ഉലമാക്കൾ വളരെ സജീവമായി ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ. പരിശുദ്ധ റമളാൻ വളരെ ഉണർവിലാണ് എല്ലാ രാജ്യത്തും. പടിഞ്ഞാറൻ രാജ്യങ്ങൾ, UK പോലെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകൾ 10,000-കണക്കിനാണ്. അവിടെ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ
പള്ളികളിൽ അവിടുത്തെ ദേശവാസികളായ ഹാഫിളുകളാണ് ഖിയാമുൽ ലൈലിന് ഖിയാമു റമളാന് നേതൃത്വം കൊടുക്കുന്നത്. ഹാഫിളുകൾ പ്രത്യേകം ഒരു പള്ളിയിൽ ഒരുമിച്ചുകൂടി ഒരു റക്അത്തിൽ അര ജുസ് ഒരു ജുസ് വീതം ഒരു റക്അത്തിൽ ഓതി 4ഉം 5ഉം ഇമാമിങ്ങൾ സുദീർഘമായി നിസ്കരിക്കുന്ന മസ്ജിദുകളും വർദ്ധിക്കുകയാണിപ്പോൾ. ഓരോരുത്തരും ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമാണ് എന്നതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു ആശങ്കക്ക് വഴിവെക്കുന്നത്. സൂഫികളിലൂടെ ഇസ്ലാമിലേക്ക് വരുന്നവർ, ഷിയാക്കളിലൂടെ ഇസ്ലാമിലേക്ക് വരുന്നവർ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാതെ അമാലുകളിൽ വ്യാപൃതരാകുന്നവരാണ് മഹാഭൂരിപക്ഷവും അതിൽ നാം കാണുന്നത്. ഷഹാദത്തിന് മുഖവില കൊടുക്കാതെ ഇബാദത്തിന് മാത്രം മുഖവില കൊടുക്കുന്ന ഒരു സമൂഹം, അതത്ര നല്ല രീതിയല്ല. മുർസലീങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന പരിവർത്തനത്തിൻ്റെ രീതിയല്ല. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദായികൾ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദത്തിനെ സംബന്ധിച്ച് ബോധവാന്മാരല്ല. ബോധവാന്മാരാണെങ്കിലും ചിലർ മുർസലീങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന പ്രശ്നങ്ങളോട് അഭിമുഖീകരിക്കുന്നത് മുർസലീങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത ചില മൻഹജുകളാണ്. അതൊരിക്കലും ദഅവത്തിന് ഫലം ചെയ്യുകയില്ല. മുർസലീങ്ങളുടെ രീതി നമുക്കറിയാം. ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവസാനത്തെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ തുടക്കത്തിൽ അവന്റെ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ ഭാഗമായി അംഗീകരിച്ചത് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെയാണ്. ഇത് വളരെ ആഴത്തിൽ തിരിച്ചറിയുക തന്നെ ചെയ്യണം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, അദ്ദേഹം റസൂലല്ല. ആ കാലഘട്ടത്തിൽ ഉലൂഹിയത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉലൂഹിയത്ത് ചർച്ച ചെയ്യാതിരിക്കാൻ കാരണം എന്താണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയോ മക്കളോ ശിർക്കിലെത്തിയിട്ടില്ല. സമൂഹം ശിർക്കിലെത്തുമ്പോഴാണ് ഉലൂഹിയത്തിന്റെ ചർച്ച വരുന്നത്. കലിമത്തു തയ്യിബയുടെ കലിമത്തു തൗഹീദിന്റെ ആദ്യത്തെ വചനം തന്നെ എന്താണ്? നിരാകരണത്തിൻ്റെതാണ്, ലാ. അതേ സന്ദർഭത്തിൽ റുബൂബിയത്തിന്റെ ചർച്ചയിലെ തുടക്കത്തിൽ ലാ ഇല്ല. പിന്നെന്താണ്? ആണ് എന്നതാണ് തുടക്കം. അള്ളാഹു റബ്ബാണ് എന്ന് വെച്ചാൽ അള്ളാഹു ഖാലിക്കും മാലിക്കും മുദബ്ബിറും ആണ്. സ്ഥിരീകരണമാണ് റുബൂബിയത്തിന്റെ തുടക്കം, നിരാകരണമാണ് ഉലൂഹിയത്തിന്റെ തുടക്കം. അത് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, ആഴത്തിൽ നിന്ന് ആലോചിക്കേണ്ടി വരും, ഒരുപാട് പ്രതിബന്ധങ്ങളെ മാറ്റിവെക്കേണ്ടി വരും. കുടുംബപരമായ ബന്ധങ്ങൾ, പ്രാദേശിക ബന്ധങ്ങൾ, ദേശീയ ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ, വ്യവസായ വ്യാപാര ബന്ധങ്ങൾ, വൈവാഹിക ബന്ധങ്ങൾ, ഇത്തരം ബന്ധങ്ങൾക്കിടയിൽ ഉലൂഹിയത്തിലെ ലാ പ്രയോഗം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമ്മുടെ നാട് തന്നെ സാക്ഷിയാണ്, കേരളം. ഞാനിത് ആവർത്തിച്ചു പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകളെ വെച്ചിരിക്കുന്നത് ഷഹാദത്തിനെ സ്ഥിരപ്പെടുത്താനാണ്. ഇസ്ലാം ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത് 5 തൂണിന്റെ മേലാണ്. അതിൽ ഒന്നാമത്തതും മധ്യത്തിലുള്ളതുമായ തൂണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാക്കി 4 കാര്യങ്ങൾ ആ ബിൽഡിങ്ങിന്റെ 4 മൂലക്കുള്ള തൂണാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ചു തന്നു.
അടിസ്ഥാനമായ തൂണിനെ സംബന്ധിച്ച്, ഷഹാദത്തിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചർച്ചകൾ വേണ്ടയിടത്ത് അള്ളാഹു മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ് എന്ന ഒറ്റ വാക്കിലുള്ള അർത്ഥത്തിൽ ഇച്ചിരി തൗഹീദ് അറിയുന്നവർ പോലും ചെന്നെത്തിയതിന്റെ പ്രത്യാഘാതം ലോകത്ത് ചില്ലറയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദയെ മറച്ചു വെക്കുക എന്നത് ഒന്നാമത്തെ ലക്ഷ്യം ജൂതന്റേതാണ്. രണ്ടാമത്തെ ലക്ഷ്യം ജൂതന്റെ നിർമ്മിതിയായ ഷിയാക്കളുടേതും ആണ്. രാഷ്ട്രീയമായ ചിന്തയിലൂടെ ഇസ്രായേലി ജൂതൻ ശത്രുവായപ്പോൾ അതേ രാഷ്ട്രീയ ചിന്തയിലൂടെ ഇറാനിയൻ ജൂതൻ മിത്രമായതിന്റെ ദുര്യോഗമാണ് ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? ഇസ്രായേലി ജൂതൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശത്തിന്റെ ശത്രുവായി അള്ളാഹു നിശ്ചയിച്ച അള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. മനുഷ്യ പിശാചുക്കളിൽ നിന്നും ജിന്ന് പിശാചുക്കളിൽ നിന്നും ഓരോ നബിമാർക്കും നാം ഇപ്രകാരം ശത്രുക്കളെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താ കാര്യം? ദഅവത്തിന്റെ മറവിൽ ശത്രുക്കൾ ഉണ്ടാകുക എന്നത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതേ സന്ദർഭത്തിൽ സൂഫിസത്തിന്റെ പിറകിൽ ശത്രുക്കളില്ല, സൂഫികൾക്കെല്ലാം മിത്രങ്ങളാണ്. സൂഫികൾക്ക് ലോകചരിത്രം പരിശോധിച്ചാൽ എല്ലാം മിത്രങ്ങളാണ്. ജൂതൻ സൂഫികളുടെ മിത്രങ്ങളാണ്, നസാറാക്കൾ സൂഫികളുടെ മിത്രങ്ങളാണ്, മുശ്രിക്കീങ്ങൾ, ദ്രാവിഡ, ആര്യ, ഹൈന്ദവ വിഭാഗങ്ങൾ സൂഫികളുടെ മിത്രങ്ങളാണ്. ഷിയാക്കൾ സൂഫികളുടെ മിത്രങ്ങളാണ്. സൂഫികൾക്ക് ശത്രുവായിട്ട് ആകെ ലോകത്തുള്ളത് സലഫികൾ മാത്രമാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഈ മേൽപ്പറയപ്പെട്ട വിഭാഗമുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് വരെയുള്ള കാലഘട്ടത്തിലാണ് ലോകത്തിന്ന് സലഫികൾ ഉള്ളത്. ലോകത്തിന് സലഫികൾ ഉള്ളത് നൂഹ് നബിന്റെ റിസാലത്ത് മുതൽ ഹബീബിന്റെ റിസാലത്ത് വരെയുള്ള ചരിത്രത്തിലാണ്. അത് ലോകാവസാനം വരെ തുടരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഭൂലോകത്ത് നിലവിലുള്ള മതവിഭാഗങ്ങളാവട്ടെ, രാഷ്ട്രീയ വിഭാഗങ്ങളാവട്ടെ, അനുഷ്ഠാന വിഭാഗങ്ങളാവട്ടെ, ഒരു കാരണവശാലും സലഫികളെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുകയില്ല. അത് ഇന്ന് കേരളം മുതൽ അങ്ങേയറ്റം വരെ. ഇച്ചിരി ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് കാര്യങ്ങൾ. അവരെ പിടിച്ചു നിൽക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അന്ന് ഈജിപ്തിലെ മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ടാണ് പേർഷ്യയിലേക്ക് പോയത്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് എന്തായിരുന്നു ലക്ഷ്യം? വജാവസ്നാ ബിബനി ഇസ്രായീൽ ബഹറ. ഇസ്രായേലി സമൂഹത്തെ സമുദ്രം കടത്തി അക്കരെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. തത്തുല്യമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്ക വിട്ട് മദീനയിലേക്ക് പോകാൻ കൽപ്പനയുണ്ടായത്. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനായിൽ വെച്ച് അള്ളാഹുവുമായി സംസാരിച്ചു. അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വ്യക്തിപരമായ സ്ഥാനമാണ്. നേരെ മറിച്ച് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ ആ വ്യക്തിപരമായ ബഹുമാനം അല്ലാഹു തആല കൊടുത്തില്ല. കാരണം എന്താ? ലോകാവസാനം വരെ തൗഹീദിന്റെ പ്രബോധകന്മാർ അനുഭവിക്കാനിരിക്കുന്ന ഗുണഫലവും ദോഷഫലവും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യാത്രയിലൂടെ ലോകത്തെ ചരിത്രമാക്കി മാറ്റാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു.
എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോടും ഹാറൂൻ നബിയോടും നിർദ്ദേശിച്ചത്? ഈജിപ്തിൽ ഇന്ന് നിലവിലുള്ള മുസ്ലിമീങ്ങളെ അഥവാ ഏതാണ്ട് 10 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേലികളെ, അതിൽ മുസ്ലിമീങ്ങളുണ്ട്, പാരമ്പര്യ മുസ്ലിമീങ്ങളും ഉണ്ട്. നമ്മളെപ്പോഴും മുസ്ലിമീങ്ങളും ഉണ്ട് കാഫിര്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മാന വെക്കുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നവർ ഇവിടുത്തെ വേറെ ഏതെങ്കിലും മതക്കാരെയാണ് ആ കൂട്ടത്തിൽ പെടുത്താൻ ശ്രമിക്കുക. അല്ല, ഇവിടെ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ മുവഹിദുകളാണ്, അമുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണ്. അള്ളാഹു മാത്രം എന്ന പ്രയോഗത്തിൽ മുന്നോട്ട് പോകുന്നവർ മുവഹിദുകളാണ്. അള്ളാഹുവിന് ഇടയാളുകൾ എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണ്. ഇവിടെ മുസ്ലിമീങ്ങളെയാണ് മുശ്രിക്കുകൾ എന്ന് അല്ലാഹു തആല വിശദീകരിച്ചു തരുന്നത്. ചരിത്രം വളരെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമാണ്. എന്നിട്ടും നാം ചർച്ചയെ മറ്റ് മതങ്ങളിലേക്ക് മാറ്റി മുസ്ലിം സമൂഹത്തിൽ എന്ന് പറയുന്നവരെ എല്ലാവരെയും ഒറ്റക്കണ്ണിയിൽ ചേർക്കാൻ, ഒരു മാലയിലെ മുത്താക്കാൻ ശ്രമിക്കുന്നത് ജഹാലത്താണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞത്? ഇവരെ നിങ്ങൾ മരുഭൂമിയിലൂടെ സഞ്ചരിപ്പിക്കണം 40 വർഷം. എന്നിട്ട് മസ്ജിദുൽ അഖ്സായിൽ പ്രവേശിച്ചാൽ മതി, ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിച്ചാൽ മതി. എന്താണ് അല്ലാഹുവിന് അറിയേണ്ടത്? ഇവരെ തൗഹീദ് ക്ലിയർ ആണോ അതോ ഇവര് പാരമ്പര്യ മുസ്ലിമീങ്ങളാണോ? ഇവരെ തൗഹീദ് ക്ലിയർ ആണോ അഥവാ പാരമ്പര്യ മുസ്ലിമീങ്ങളാണോ? എന്താണ് ചരിത്രത്തിൽ പാരമ്പര്യ മുസ്ലിമീങ്ങൾ? അള്ളാഹുവിനോടൊപ്പം ഇലാഹുകളെ അഥവാ ഇടയാളുകളെ നിശ്ചയിച്ചവർ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ജാറത്തിന്റെ അഹിലുകാർ, കേരളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേലി സമൂഹം ഫറോവ രാജാവിന്റെ അക്രമങ്ങളും ക്രൂരതകളും സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നതാണോ അതോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ ബോധിപ്പിക്കാൻ ഷഹാദത്ത് പ്രഖ്യാപിച്ച് മൂസ നബിയെ പിന്തുടർന്നതാണോ? ഇതാണ് അല്ലാഹു തആലക്ക് അറിയേണ്ടത്. ഇപ്പോഴും അല്ലാഹു തആലക്ക് അറിയേണ്ടത് അത് തന്നെയാണ്. നാം കൊട്ടിഘോഷിക്കുന്ന ഇസ്ലാമിക മുന്നേറ്റം നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ അരാജകത്വത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക അരാജകത്വത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക ജീർണതകളുടെ ശല്യം പേറാൻ കഴിയാഞ്ഞിട്ട് ഇസ്ലാമിലൂടെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണോ ലോകം ഇസ്ലാമിനെ സ്വീകരിക്കുന്നത്? അഥവാ മരണത്തിന് ശേഷം അള്ളാഹ് റുബൂബിയത്തിന് കൊടുത്ത ഷഹാദത്ത് ഉലൂഹിയത്തിന്റെ ഷഹാദത്തിലൂടെ ബോധിപ്പിച്ച് അള്ളാന്റെ മുമ്പിൽ എനിക്ക് സാക്ഷിത്വം ഹാജരാക്കണം എന്ന ലക്ഷ്യത്തിലാണോ ഇസ്ലാമിനെ സ്വീകരിച്ചത്? ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. പക്ഷെ എല്ലാവരും അതിൽ കിട്ടൂല, എല്ലാവരും നിൽക്കൂല. അനുഷ്ഠാനങ്ങളിലൂടെ തൗഹീദിന്റെ ആൾക്കാരായി മാറാൻ ശ്രമിക്കുന്നു. ഇല്ല, അനുഷ്ഠാനങ്ങൾ തൗഹീദിന് വേണ്ടിയുള്ളതല്ല, തൗഹീദുള്ളവരാണ് എന്ന് അള്ളാഹിനെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. തുടർന്ന് അല്ലാഹു തആല പറഞ്ഞു, ആ സമൂഹം അല്ലാഹു തആല ഭൂലോകത്തിന് ചരിത്രം പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചിട്ട് നമുക്ക് ലോകത്തിലെ ഇന്നത്തെ മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളക്കാർക്ക് അല്ലാഹു തആല ചരിത്രം പഠിപ്പിക്കുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഗുരുനാഥൻ, ഹാറൂൻ നബിയാണ് ഗുരുനാഥൻ. രണ്ടുപേരും നബിമാരാണ്, റസൂലുകളാണ്, അള്ളാഹുവിൽ നിന്ന് വഹി ഇറങ്ങുന്നവരാണ്. അവരുടെ രണ്ടാളുടെയും മുഅ്ജിസത്ത് കണ്ട് അത്ഭുതം നേടിയവരാണ് ഇസ്രായേലികൾ. അവരുടെ കയ്യിലൂടെ അല്ലാഹു തആല നടത്തിയ അമാനുഷിക സംരംഭങ്ങളെ നേരിട്ട് കണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായി ഹഖുൽ യഖീനാക്കിയവരാണ് ഇസ്രായേലികൾ. എന്നിട്ടും ഒരു രാജ്യത്തിലൂടെ അവർ കടന്നുപോയി. അതാണ് അള്ളാഹ്ക്ക് അറിയേണ്ടതും അള്ളാഹ് പരീക്ഷിക്കുന്നതും അതാണ്. ആ രാജ്യത്തിലുള്ള ആ ഗ്രാമത്തിലുള്ള ജനം ഒരു ജാറത്തിന് ചുറ്റും തവാഫ് ചെയ്യുന്നതായി, ജാറത്തിന് ചുറ്റും ഭജനമിരിക്കുന്നതായി ഇവര് കാണുകയാണ്. അലാ ഖറിയത്തിൻ യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. അവര് യഅകുഫൂൻ വലയം വെക്കുകയാണ്, അല്ലെങ്കിൽ ഭജനമിരിക്കുകയാണ്. അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇടയാളന്റെ ഖബറിന് ചുറ്റും.
ഇതാര് കാണുന്നു? നേരത്തെ ഞാൻ സൂചിപ്പിച്ച അള്ളാഹുവിന്റെ ആയാത്തുകളെ നേർക്കുനേരെ കണ്ണുകൊണ്ട് കണ്ട് ഹക്കുൽ യഖീനാക്കി മാറ്റിയ ഇസ്രായേലി മുസ്ലിമീങ്ങൾ കാണുന്നു. അവരിൽ നിന്ന് ചിലർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിക്കുന്നു. എന്നിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ആവശ്യപ്പെടുന്നു, യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവിടെ ചർച്ച ചെയ്തത് റബ്ബല്ല, റുബൂബിയത്തല്ല, ഉലൂഹിയത്താണ്. യാ മൂസ, ഓ മൂസ, ഇജ്അൽ ലനാ, ഞങ്ങൾക്കുണ്ടാക്കിത്ത, ഇലാഹൻ കമാ ലഹും ആലിഹ, നാം പഠിച്ച അല്ലാഹ്, ഖാലിഖായ അല്ലാഹ്, റാസിഖായ അല്ലാഹ്, മുദബ്ബിറായ അല്ലാഹ്, ആ അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് നേടാൻ ഒരു ഇടയാളനെ ഞങ്ങൾക്കും ഉണ്ടാക്കിത്ത മൂസ. ആരാണ് ചോദിക്കുന്നത്? മതക്കാരല്ല, വേറെ ഏതെങ്കിലും ജാതിക്കാരോ മതക്കാരോ അല്ല ചോദിക്കുന്നത്. പ്യൂർ മുസ്ലിമീങ്ങൾ, മൂസ നബിന്റെയും ഹാറൂൻ നബിന്റെയും ഗുരുകുലത്തിൽ വളർന്നു വന്നവർ, അള്ളാഹുവിനെ നേർക്ക് നേരെ അവന്റെ ആയാത്തുകൾ കണ്ട് അനുഭവിച്ച് അള്ളാഹുവാണെല്ലാം എന്ന് ഹക്കുൽ യഖീൻ ഹൃദയത്തിൽ അടിയുറപ്പിച്ചവർ. അവരാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സാഹചര്യം വന്നപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്കും ഒരു ഇടയാളനെ ഉണ്ടാക്കിത്ത, അവർക്ക് ഇടയാളന്മാരുള്ളതുപോലെ. ആരാണ് ഇവിടെ ഇലാഹിന് ദൈവം എന്നർത്ഥം വെച്ചത്? ഇലാഹിനെ ദൈവം എന്നർത്ഥം വെക്കാൻ പറ്റുകയില്ലല്ലോ, റബ്ബിനല്ലേ ദൈവം എന്നർത്ഥം വെക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ മതക്കാരെല്ലാം റബ്ബിനല്ലേ അർത്ഥം വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്, അവരതിന് യഹോവ എന്ന് പറയും. അവരുടെ ബൈബിൾ അറബി ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെടുമ്പോൾ അല്ലാഹ് എന്നാണ് ഉപയോഗിക്കുന്നത്, റബ്ബ് എന്നാണ് ഉപയോഗിക്കുന്നത്. ജൂതന്റെ തൗറാത്തിൽ അല്ലാഹ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ വളരെ കൃത്യമായി അവര് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇന്ന് ലോകത്ത് നിലവിലുള്ള മതങ്ങളുടെ അവസ്ഥ എന്താണ്? ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ റബ്ബായി കാണുന്നു, യേശുവിനെയും മറിയത്തെയും ഇടയാളന്മാരായി കാണുന്നു. അവരുകൊണ്ട് അവർ കാഫിറാണെന്ന് പറഞ്ഞു അള്ളാഹു. ജൂതന്മാർ അള്ളാഹുവിനെ റബ്ബായി കാണുന്നു. ഇപ്പോഴും ഉസൈറിനെ പോലെയുള്ളവർ അള്ളാഹുവിന്റെ ഇടയാളുകളാണ് എന്ന് വിശ്വസിച്ചു അവർ. അതുകൊണ്ട് അല്ലാഹു തആല അവരെ കാഫിർ എന്ന് വിളിച്ചു. അല്ലേ? നമ്മുടെ രാജ്യത്തുള്ള മതക്കാർ അള്ളാഹുവിനെ ദൈവമായി കാണുന്നു, ഇടയാളുകളായി ദേവീദേവന്മാരെ ഉണ്ടാക്കുന്നു. ദൈവം വേറെ, ദേവീദേവന്മാര് വേറെ. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ദേവീദേവന്മാരാണ്, ദൈവമല്ല. ദൈവം അവരുടെ മനസ്സുകളിലാണ്, അതാണ് അല്ലാഹ്. ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഒരു ഹൈന്ദവ സുഹൃത്തിനോട് ഒരു കൂട്ടുകാരൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പഴയകാല കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവർ സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചവരാണ്, ഇപ്പൊ കുറച്ചു കാലമായി കണ്ടിട്ട്. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. ഒരാളുടെ പേര് ദാമോദരൻ, മറ്റാളുടെ പേര് അബ്ദുള്ള എന്ന് കൂട്ടിക്കോളൂ. അബ്ദുള്ള ചോദിച്ചു ദാമോദരനോട്, എന്തുണ്ട് സഹോദര വിശേഷണമൊക്കെ? അച്ഛനക്കും അമ്മനക്കും സുഖം തന്നെയാണ്, കൂട്ടുകുടുംബാദികൾക്കൊക്കെ സുഖം തന്നെ, റാഹത്ത് തന്നെയല്ലേ? എന്താണ് ജോലി? എന്താണ് ഇപ്പോഴത്തെ ജീവിത നിലവാരങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാ നടക്കുന്നത്? അപ്പോൾ ഈ ദാമോദരൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ആ പ്രത്യേക മതവിശ്വാസി അയാളുടെ കൈ ആകാശത്തിലേക്ക് ചൂണ്ടി എല്ലാം ഉടയോൻ എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കുന്ന ഒരു രീതി നമുക്ക് ഇപ്പോഴും കേരളത്തിൽ കാണാം, മറ്റു മതസ്ഥരെടുക്കൽ. ഇദ്ദേഹം ആകാശത്തിലേക്ക് ചൂണ്ടി പറഞ്ഞ ആ ഉടയോൻ ആരാണ്? ദേവീദേവന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണോ അതോ ദൈവം എന്ന റബ്ബായ അള്ളാഹുവിനെ സൂചിപ്പിച്ചുകൊണ്ടാണോ? വല്ലാഹി റബ്ബായ അള്ളാഹുവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ സാധാരണക്കാർക്ക് സാധിക്കുകയില്ല, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അള്ളാഹുമായിട്ട് അത്ര അടുത്തവരല്ല സാധാരണക്കാർ. പാപങ്ങൾ കൊണ്ടും മറ്റും മലീമസമായി പോയിട്ടുണ്ട്. അനുഷ്ഠാനാദി കർമാദി കാര്യങ്ങൾ ചെയ്യൽ വളരെ കുറവാണ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള അടുപ്പം കുറവാണ്. ആ ദൈവത്തിലേക്ക് അടുത്തവരാണ് ദേവീദേവന്മാർ. അവരിലൂടെ ദൈവവുമായിട്ടൊരു സാമീപ്യം കിട്ടണം, എന്നിട്ട് കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കണം. ഇതല്ലേ ഇവിടുത്തെ ഒരു ശരാശരി ഹിന്ദുവിന്റെ വിശ്വാസം? നിഷേധിക്കാൻ പറ്റുമോ?
അതോ ദേവീദേവന്മാരിൽ നിന്ന് നേടിയെടുക്കണം എന്ന് ഏതെങ്കിലും ഒരു ഹിന്ദു വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് നേടിയെടുക്കണം. അതിന് ഈ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവീദേവന്മാരുടെ സപ്പോർട്ട് വേണം അല്ലേ? അതേ സന്ദർഭത്തിൽ ഒരു അഹമ്മദും ഒരു മുഹമ്മദും വഴിയിൽ കണ്ടുമുട്ടി. അഹമ്മദ് മുഹമ്മദിനോട് ചോദിച്ചു, എന്തുണ്ടോ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെ. കുടുംബ വിശേഷങ്ങളൊക്കെ എന്താണ്? റാഹത്ത് തന്നെയല്ലേ? കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നത്? അയാൾ വളരെ കൂളായി സന്തോഷത്തോടെ എല്ലാം ബദിരീങ്ങളെ ബർക്കത്തുകൊണ്ട് കാര്യം ഭംഗിയായി നടക്കുന്നു, അല്ലെങ്കിൽ മമ്പർത്തങ്ങളെ ബർക്കത്തുകൊണ്ട് കാര്യമായി നടക്കുന്നു. ഇവിടെ ആരാണ് അപകടകാരി? ആ അഹമ്മദാണോ അതോ ഈ ദാമോദരനാണോ? വല്ലാഹി ദാമോദരനല്ല അപകടകാരി, ആ അഹമ്മദാണ്. കാരണം ദാമോദരൻ അള്ളാഹുവിനെ കൂടുതൽ വെറുപ്പിച്ചില്ല. അവന്റെ പ്രശ്നം വരുമ്പോൾ അവന് റബ്ബിനെ കണ്ടു. മറ്റേയാള് പ്രശ്നം വരുമ്പോൾ റബ്ബിന് പകരം മറ്റുള്ളവരെ കണ്ടു. എങ്കിൽ ഒറിജിനൽ കാഫിർ ആരാ? ഒറിജിനൽ മുശ്രിക് ആരാ? തിരിച്ചറിയാൻ വൈകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിബന്ധങ്ങളുണ്ട്. രാഷ്ട്രീയമായ പ്രതിബന്ധങ്ങൾ, കുടുംബപരമായ പ്രതിബന്ധങ്ങൾ, വൈവാഹികമായ പ്രതിബന്ധങ്ങൾ, സാമ്പത്തികമായ പ്രതിബന്ധങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി ആ കാര്യം ഗ്രഹിക്കാനും പ്രാവർത്തികമാക്കാനും വിഷമമുണ്ടാകും. ജൂത സമൂഹത്തിന്റെ കാര്യം എടുക്കിൻ. ഇവര് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒന്നിച്ച് നാട് വിട്ടു, അക്കരെ എത്തി, ചെങ്കടല് കടന്ന് അക്കരെ എത്തി. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കാനായിട്ടില്ല. തൗഹീദിന്റെ യോഗ്യത തെളിയിക്കണം അള്ളാഹു ആവശ്യപ്പെട്ടു. മുസ്ലിം എന്ന പേരിൽ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. മുസ്ലിം എന്ന അഡ്രസ്സിൽ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല. മുസ്ലിം എന്ന നിലക്ക് തൗഹീദിന് മാർക്കിടണം. അള്ളാഹു മാത്രമാണോ ഇവർക്ക്, അല്ല മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരീക്ഷിച്ച് പരിശോധിച്ച് മനസ്സിലാക്കണം. അതിൽ ജയിച്ചാൽ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാം. അല്ലേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹാറൂൻ നബിക്കും അല്ലാഹു കൊടുത്ത നിർദ്ദേശം? നടന്നോ? ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഇന്ന ഹൗലായി ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. നിങ്ങൾ വിവരക്കേടിന്റെ പര്യായങ്ങളാണ്, വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ ചോദിച്ചത്. തീർച്ചയായും ഇവർ ഇന്ന ഹൗലായി ഖൗമും മുതബ്ബറും മാഹും, ഈ കൗമ്, ഈ ജാറത്തിന് ചുറ്റും ഇടയാളന്മാരെ സ്വീകരിച്ച് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നവർ, അവര് അപകടകരമായ വഴിയിലാണ്. അവർ ചെയ്യുന്ന ജോലി തോന്നിയവാസമാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി അങ്ങേയറ്റത്തെ വിഡ്ഢിത്തവും ആണ്. മുതബ്ബറും മാഹും ഫീ മാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മൾ അറിയിച്ചല്ലേ ഈ വിഷയം. ആ യാത്രക്കിടയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു. ബൈത്തുൽ മുഖദ്ദസിലെത്തിയോ? പ്രവാചകന്മാർ പോലും അവിടെ എത്തിയില്ല. മസ്ജിദുൽ അഖ്സ കാണുന്നതിന് മുമ്പ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഏതോ ഒരു മലഞ്ചെരുവിൽ വെച്ച് മരണപ്പെട്ടു, വഫാത്തായി. ഹാറൂൻ നബിയും വഫാത്തായി. സമൂഹം ശിഥിലമായി. കുറേ ആൾക്കാർ പാരമ്പര്യ ദീനും, കുറേ ആൾക്കാർ ജാറങ്ങളും, കുറേ ആൾക്കാർ ഇലാഹുകളുമായി നട്ടം തിരിഞ്ഞ് മരുഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂശ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലാക്കി നിയോഗിച്ചു. അല്ലേ? ആരിലേക്ക്? ഞാൻ ആ വഴിക്കേ കൂടി വരികയാണിപ്പോൾ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ മകൻ ഇസ്ഹാക്കിന്റെ പാരമ്പര്യത്തിൽ, അത് ദീനുൽ ഇസ്ലാം ഈസാ നബിയിലെത്തുന്നു. ഇസ്മായിലി പാരമ്പര്യത്തിൽ അഷ്റഫുൽ ഖൽക്കിലെത്തുന്നു. അഷ്റഫുൽ ഖൽക്ക് മദീനത്തെത്തലോടുകൂടി രണ്ട് ഉപ്പപ്പമാരുടെയും ആദർശം യോജിക്കുന്നു, ഒന്നിക്കുന്നു. അല്ലേ നമ്മൾ കണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ മദീനത്തേക്ക് പോയത് എന്തിന്? അതൊക്കെ സുദീർഘമായ ചരിത്ര ചർച്ചക്കല്ല നാം തയ്യാറാവേണ്ടത്. ചരിത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് മുവഹിദുകൾക്ക് ഉപകരിക്കുക. യൂശ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ തൗഹീദി പ്രബോധനം നടന്നു. വീണ്ടും അവരെ അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പാരമ്പര്യത്തിൽ നിന്ന് ഇതുവരെ അവരുള്ളത് അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തേണ്ടത്, നമ്മൾ മഹാന്മാരെ ഇടയാളകളാക്കി വെക്കുന്നു. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്, വഖാലത്തിൽ യഹൂദു ഉസൈറു ബിനുല്ലാഹ്. യഹൂദന്മാര് വാദിച്ചത് ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്, അതുകൊണ്ട് ഉസൈർ അള്ളാഹുവിന്റെ പുത്രനായ ഉസൈറിനെ
ഇടയ്ക്ക് നിർത്തി അള്ളാഹിനോട് നമ്മൾ ചോദിച്ചാൽ പുത്രനെ പരിഗണിച്ചുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ അള്ളാഹു തആല നടത്തി തരും. അതിൽ നിന്ന് ഉസൈറിനെ കൊണ്ടൊരു ചുക്കും നടക്കുകയില്ല. ഉസൈർ അള്ളാഹിന്റെ പുത്രനും അല്ല, ഉസൈർ വെറും ഒരു പ്രവാചകൻ മാത്രമാണ്, അള്ളാഹുവിന്റെ സ്വാലിഹായ ഒരു അടിമ മാത്രമാണ്. നിങ്ങൾ ബന്ധപ്പെട്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അതുകൊണ്ട് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിൽ വീണ്ടും അവർ മുവഹിദുകളായി. ആ തൗഹീദ് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറായവരെ മരുഭൂമിയിൽ നിന്ന് പിൻവലിച്ച് യൂശൈ നബിന്റെ നേതൃത്വത്തിൽ അല്ലാഹു തആല അവരെ മസ്ജിദുൽ അഖ്സായിൽ പ്രവേശിപ്പിച്ചു. നല്ല ചരിത്രം. പരിശുദ്ധ ഖുർആൻ സൂറത്തു അറാഫിൽ, സൂറത്തു ആലി ഇമ്രാൻ വളരെ കൃത്യമായി ജൂസ് സമൂഹത്തിന്റെ ഘട്ടം ഘട്ടമായ പതനത്തിന്റെയും മോചനത്തിന്റെയും ചരിത്രം പറഞ്ഞു തരുന്നില്ലേ? യൂശൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. വഫാത്താകലോടുകൂടി വീണ്ടും അവർ ഇടയാള സങ്കല്പത്തിലേക്ക് തിരിച്ചുപോയി. അതോ മതം മാറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ ഇപ്പോൾ വരെ കലിമ. പക്ഷെ അല്ലാഹു തആല കാര്യങ്ങൾ നടത്തുന്ന റബ്ബാണ്. ആ റബ്ബിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇടയാളുകൾ വേണം, മഹാന്മാര് വേണം. ആ രീതിയിലേക്ക് തിരിച്ചു പോയപ്പോൾ വീണ്ടും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിന് പതനം നേരിട്ടു. ആ പതനത്തിന്റെ മറവിൽ റോമിൽ നിന്നും മറ്റും അക്രമകാരികളായ ഭരണാധികാരികൾ ജെറൂസലമിനെ കൈകാര്യം ചെയ്യുകയും ബൈത്തുൽ മുഖദ്ദസിൽ ഈ നിലവിലുള്ള ജൂത പാരമ്പര്യക്കാരെ കൊന്നൊടുക്കുകയും ചെയ്തു. ഇതല്ലേ സംഭവിച്ചത്? ഈ സന്ദർഭം ഒരുപാട് ചരിത്രത്തിന് ശേഷം അല്ലാഹു ദാവൂദ് നബിയെ നിശ്ചയിച്ചു. ആ പാരമ്പര്യത്തിൽ ദാവൂദ് നബിയെ റസൂലാക്കി നിയോഗിച്ചു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ഇസ്ലാമിലേക്ക് മടങ്ങാനുള്ള ദഅവത്ത് നൽകി. വീണ്ടും അവർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, ആ പരിശുദ്ധമായ വചനത്തിലേക്ക് തിരിച്ചു വന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. അതേപോലെ തന്നെ റോമൻ പേർഷ്യൻ ശക്തികൾ, രാഷ്ട്രീയ ശക്തികൾ മതഭേദമന്യേ ജൂതന്മാരെ ആക്രമിക്കുകയും ബൈത്തുൽ മുഖദ്ദസ് കൊള്ളയടിക്കുകയും ബൈത്തുൽ മുഖദ്ദസിൽ അധിനിവേശം നടത്തുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റസൂലാക്കി അയച്ചു. ഇതൊക്കെ എത്ര കൃത്യമായ ചരിത്രങ്ങളാണ് കൂട്ടുകാരെ, ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളല്ലേ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച മസ്ജിദുൽ അഖ്സ എന്ന പരിശുദ്ധമായ ആ ഭവനം, അവിടെയുള്ള ഭവനം, അതും കൂടി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് പടിഞ്ഞാറുകാരൻ റോമൻ, പേർഷ്യൻ അതേപോലെയുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടവർ അധിനിവേശം നടത്തി നശിപ്പിച്ചത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പുനഃസ്ഥാപിച്ചു അല്ലേ? ബൈത്തുൽ മുഖദ്ദസിന്റെ പൂർണ്ണമായ മനോഹരമായ രൂപം നിർമ്മിച്ചത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം വീണ്ടും സമൂഹം അപകടകരമായ വഴികളിലേക്ക് പോയി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകത്വം ഫലസ്തീൻ കേന്ദ്രമാക്കിക്കൊണ്ട്, ബൈത്തുൽ മുഖദ്ദസ് കേന്ദ്രമാക്കിക്കൊണ്ട് തൗഹീദിന്റെ പ്രബോധകന്മാരായി ഉലൂഹിയത്തിന്റെ ചർച്ചയുമായി രംഗത്ത് വന്നു. മറുപുറത്തുള്ളത് ആരാണ്? മറുപുറത്തുള്ളത് റുബൂബിയത്തിന്റെ ചർച്ചയുമായി പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. ഞാൻ ഇത്ര കൃത്യമായി പറഞ്ഞെന്നറിയുമോ? പ്രവാചകന്മാര് വന്നത് എല്ലാ കാലഘട്ടത്തിലും അന്ന് നിലവിലുള്ള പുതിയ മതക്കാരെ മതം മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണ് എന്ന ഒരു കള്ളമായ ധാരണ ഈ സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. അതിന്റെ പിറകിൽ ജൂതന്മാരും ഷിയാക്കളും ആണ്. അല്ല, അവർ മുഴുവൻ വന്നത് നൂഹ് നബി തൊട്ട് ഇങ്ങോട്ട് ഏത് വഴിയിലൂടെ ചരിത്രം പരിശോധിച്ചാലും നൂഹ് നബിയിൽ നിന്ന് ഇബ്രാഹിമിലേക്ക്, ഇബ്രാഹിമിൽ നിന്ന് ഇസ്ഹാഖ് വഴി ഈസായിലേക്ക്, ഇസ്മായിൽ വഴി മുഹമ്മദ് മുസ്തഫ അലൈഹിമുസ്സലാത്തു വസ്സലാം, ഏത് ചരിത്രം പരിശോധിച്ചാലും പാരമ്പര്യ മുസ്ലിമീങ്ങൾ അഥവാ ജാറത്തിലേക്ക് പോയ മുസ്ലിമീങ്ങളെ അല്ലാഹ് മാത്രം എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് എന്ന് ഗ്രഹിക്കാൻ പറ്റുന്നതാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ വഫാത്തിന് ശേഷം സംഭവിച്ചത് എന്താണ്? ഗൗരവത്തിൽ നാം മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് നമ്മുടെ കാലഘട്ടത്തിലെത്തണം. എന്നിട്ട് വളരെ ചെറിയൊരു ന്യൂനപക്ഷമായാലും ആകാശത്തിന്റെ കവാടങ്ങളെ തുറക്കാൻ യോഗ്യരായ ഒരു ന്യൂനപക്ഷം ഭൂമിയിൽ നാം ഉണ്ടാക്കിയെടുക്കണം. 21-ാം നൂറ്റാണ്ടിന്റെ യൗവനം പൂർത്തിയാകുമ്പോഴേക്ക് ആ ചരിത്ര നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകം എന്നെന്റെ സമുദായം അറിയണം. അഖൂലു ഖൗലി ഹാദാ
വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പരിശുദ്ധ റമളാൻ ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് മൊത്തത്തിലും മോമിനീങ്ങൾക്ക് സന്തോഷമായും ഒന്നുകൂടി കടന്നു വന്നിരിക്കുകയാണ്. കാലവും സമയവും അള്ളാഹുവിന്റെ അധീനതയിലാണ്. കാലത്തിന്റെ മാലിക് അള്ളാഹുവാണ്, സമയത്തിന്റെ മാലിക് അള്ളാഹുവാണ്. കാലങ്ങളെയും സമയങ്ങളെയും സ്ഥലങ്ങളെയും അഅ്മാലുകളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഷഹാദത്തിന്റെ പരിശോധനക്കാണ്. ചില അമലുകൾക്ക് സ്ഥലവുമായിട്ടാണ് ബന്ധം, ഹജ്ജിന്റെ അഅ്മാലുകൾ പോലെ. ദുൽഹജ്ജ് 9 അറഫ എന്ന സ്ഥലവുമായിട്ടാണ് അതിന് ബന്ധം. 11, 12, 13 മിന എന്ന സ്ഥലവുമായിട്ടാണ് ബന്ധം. അറഫന്റെ രാത്രി, പെരുന്നാളിന്റെ രാത്രി മുസ്ദലിഫ എന്ന സ്ഥലവുമായിട്ടാണ് ബന്ധം. അമലുകളെ അല്ലാഹു സ്ഥലവുമായിട്ട് കണക്ട് ചെയ്തു. മുഹമ്മദി റിസാലത്തനുസരിച്ച് അംഗീകരിച്ച് തന്നിരിക്കുന്ന ഈ സ്ഥലങ്ങളെ ഒരു കാരണവശാലും പുരോഹിത വിഭാഗത്തിന്റെ ശൂറ അനുസരിച്ച് മാറ്റാൻ പറ്റുകയില്ല. അതിൽ രണ്ടാമത്തെ ഷഹാദ ബാത്തിലാക്കി കളയും. അറഫ സൗകര്യമുള്ളൊരു സ്ഥലത്തേക്ക് ലോകത്ത് മാറ്റാൻ ഭൂലോകത്തൊരു സമൂഹത്തിനും അവകാശമില്ല. മിന സൗകര്യപ്പെടുമാർ ഒരു മൈതാനത്തേക്ക്, ഏതെങ്കിലും ഒരു മരുഭൂമിയിലേക്ക് മാറ്റി നല്ല തമ്പുകൾ കെട്ടിക്കൊടുക്കാമെന്ന് ഭൂലോകത്തിന്റെ ഒരു ഭരണാധികാരി വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. കാരണം അത് രണ്ടാം ഷഹാദത്തിന്റെ ഭാഗമാണ്, അല്ലേ? ഹജ്ജിന്റെ മറ്റൊരമലായ തവാഫ്, മക്ക മുക്കറമയിൽ മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് മത്താഫിന്റെ ഒത്ത നടുവിൽ അള്ളാഹു പണി കഴിപ്പിച്ച, അള്ളാഹു ഇബ്രാഹിം നബിയെ വെച്ചുകൊണ്ട് പണി കഴിപ്പിച്ച കഅബാലയത്തിന് ചുറ്റും തന്നെ ആയിരിക്കണം തവാഫ്. സൗകര്യത്തിന് വേണ്ടി വേറൊരു സുഖവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ അത് ഷഹാദത്തിനെ ബാധിക്കും. സഫയും മർവയും നടക്കാനുള്ളതാണ്. ആ മലയുടെ ഇടയിൽ തന്നെയാവണം ആ നടത്തം. അതിനുവേണ്ടി വേറെ ഒരു ഡ്യൂപ്ലിക്കറ്റ് മലയുണ്ടാക്കി സൗദി അറേബ്യയിലെ മരുഭൂമിയിലേക്ക് ഉലുല്ലംറും ഉലുല്ലിൽമെല്ലാം കൂടി യോഗം കൂടി ശൂറ ചെയ്ത് തീരുമാനിച്ചാൽ അത് ബാത്തിലാണ്, അത് ഹക്കിനെതിരാണ്. അത് രണ്ടാമത്തെ ഷഹാദയെ ബാത്തിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അഅ്മാലുകളെ സമയങ്ങളുമായി അള്ളാഹു ബന്ധിപ്പിച്ചത്, സ്ഥലങ്ങളുമായി ബന്ധിപ്പിച്ചത്, കാലങ്ങളുമായി ബന്ധിപ്പിച്ചത് ഒന്നാമതായി നാം അള്ളാഹ്ക്ക് കൊടുത്തിരിക്കുന്ന ഷഹാദത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. മാസങ്ങളെ പറ്റി അല്ലാഹു തആല വിശദീകരിച്ചു തന്നു. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് അർബഅത്തു മിൻഹാ അർബഅത്തുൻ ഹുറും ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. വളരെ കൃത്യമാണ് കാര്യം. അല്ലാഹു തആല ആകാശഭൂമികൾ നിർമ്മിച്ച 1-ാം തീയതി മുതൽ, ആകാശഭൂമികളെ നിർമ്മിച്ച് അതിന് ചലനശേഷി നൽകി അവകളെ തിരിച്ചുവിട്ട 1-ാം തീയതി മുതൽ അള്ളാഹുവിന്റെ ദർബാറിൽ അംഗീകരിക്കപ്പെട്ട കലണ്ടറിൽ 12 മാസമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി, മാസങ്ങളുടെ എണ്ണം ഇൻദല്ലാഹി 12 ശഹ്റ, 12 മാസമാണ്. ഇല്ല, ഇന്നും മാറിയിട്ടില്ല, ആരും മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ചിലപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട്, 12 മാസത്തിന് പകരം ഒരു കൊല്ലത്തിന് 6 മാസമാക്കിയാൽ എന്താ, 24 മണിക്കൂറിന് പകരം 12 മണിക്കൂറാക്കി ദിവസത്തെ നിജപ്പെടുത്തിയാൽ എന്താ? നടക്കാറില്ല. തിരുത്തൽവാദികൾ അതിന് മെനക്കെടാറുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 12 മാസത്തിൽ ഏതാണ്ട് 5 മാസങ്ങളെ ചരിത്രത്തിന്റെ ഒരു ഭാഗവുമല്ല, ചരിത്രത്തിന്റെ ഭാഗമാണ്, ശരീഅത്തുമായിട്ട് അതിനൊരു ബന്ധവുമില്ല എന്ന് വിശദീകരിച്ചു തന്നു. അതിൽപ്പെട്ടതാണ് സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ. ഈ 5 മാസങ്ങൾക്ക് ശരീഅത്തുമായിട്ടൊരു ബന്ധവുമില്ല, ചരിത്രത്തിന് ബന്ധമുണ്ട്. ചരിത്രം ശരീഅത്തിന്റെ ഭാഗമല്ല. ചരിത്രം എന്നത് ശരീഅത്തിനെ മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു ഇടനാഴി മാത്രമാണ്. ചരിത്രത്തിൽ റബീഉൽ അവ്വൽ മാസം ചരിത്രത്തിന്റെ മാസമാണ്, ശരീഅത്ത് അംഗീകരിച്ച മാസമല്ല. എന്താണ് റബീഉൽ അവ്വൽ മാസത്തിൽ നടന്നത്? 4 കാര്യങ്ങളാണ്. ഒന്ന്, അഷ്റഫുൽ ഖൽഖ് ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതിന് ശരീഅത്തുമായിട്ട് ബന്ധമില്ല, താരീഖുമായിട്ടേ ബന്ധമുള്ളൂ. അത് അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിപരമായ കാര്യമായിട്ടേ പരിഗണിച്ചിട്ടുള്ളൂ. അല്ലാഹു തആല ശരീഅത്തുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചിട്ടില്ല റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തെ. അവിടെ ജന്മവുമായിട്ട് ബന്ധപ്പെടുത്തിയ ശരീഅത്തിന്റെ ഭാഗം ഒന്ന് മാത്രമാണ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിൽ. അത് തിങ്കളാഴ്ചന്റെ നോമ്പാണ്. അത് റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രത്യേകതയല്ല, തിങ്കളാഴ്ച എന്ന പ്രത്യേകതയാണ്. അത് വർഷത്തിലെ 52 തിങ്കളാഴ്ചക്കും അത് ബാധകമാണ്. രണ്ടാമതായി റബീഉൽ അവ്വൽ നടന്ന ചരിത്ര സംഭവം എന്താണ്? അഷ്റഫുൽ ഖൽഖായ തങ്ങൾ മക്കയിൽ ജീവിതം മടുത്ത് സമൂഹത്തിന്റെ ദുശ്ചൈതികളും ശിർക്കും കണ്ട് സഹിക്കാൻ കഴിയാതെ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടണമെന്ന ആഗ്രഹത്തോടെ ഹിറാ പർവ്വതത്തിലെ ഗുഹയിലേക്ക്, ജബലന്നൂറിലെ ഗുഹയിലേക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടത് ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ്. 6ാമത്തെ മാസമായ റമളാൻ, ആ റമളാൻ മാസത്തിലാണ് വഹീന്റെ തുടക്കം ഉണ്ടായത്. ഈ ദിവസത്തെ ശരീഅത്തുമായിട്ട് ബന്ധിപ്പിച്ചില്ല. ആ 2ാമത്തെ സംഭവത്തെ ശരീഅത്തുമായിട്ട് ബന്ധിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ദിക്റിനോ, ഒരു ദുആക്കോ, ഒരു അമലിനോ, ഒരു നിസ്കാരത്തിനോ, ഒരു നോമ്പിനോ ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ട്? ശരീഅത്തിന്റെ ഭാഗമായി ഇസ്ലാം പരിഗണിക്കാത്തതിന്റെ പേരിൽ. 3ാമതായിട്ട് നടന്നത് അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി മക്കയിലെ ജീവിതം പൊറുതിമുട്ടി, ഒരു രക്ഷയുമില്ല, വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു തീർന്നു, ആരും സഹായത്തിനില്ല, ഇനി താമസം മാറ്റിയേ പറ്റൂ, നാട് വിട്ടേ പറ്റൂ. അല്ലാഹുവിന്റെ കൽപ്പന വന്നു, മുഹമ്മദ് നാട് വിട്ടോളിൻ, യസ്രിബിലേക്ക് പോയി താമസിച്ചോളിൻ. അതിനുള്ള അവസരം അല്ലാഹു തആല ഉണ്ടാക്കുകയായിരുന്നു. അഷ്റഫുൽ ഖൽഖിന്റെ ഹിജ്റ നടന്നത് ഇതേപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസം 1-ാം തീയതിയാണ് സൗർ ഗുഹയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് പുറപ്പെടുന്നത്. സൗർ ഗുഹയിലേക്ക് പോകുന്നത് മക്കയിൽ നിന്ന് സഫർ മാസം 27-നോ 28-നോ ആണ്. 2-3 ദിവസം അവിടെ താമസിച്ച് റബീഉൽ അവ്വൽ 1-ന് ഗുഹയിൽ നിന്നിറങ്ങി കൂട്ടുകാർ 3 പേർ. ഒന്ന് അഷ്റഫുൽ ഖൽഖ്, അഷ്റഫുൽ ഖൽഖിന്റെ കൂട്ടുകാരൻ, ആ ഒട്ടകം തെളിക്കുന്ന ഒരു പാരമ്പര്യ മുസ്ലിമായ ഒരു അബ്ദുള്ള എന്ന് പേരുള്ള ഒരാള്. ഇവര് 3 പേരും കൂടി യാത്ര ചെയ്തു. റബീഉൽ അവ്വൽ 11-നോ അല്ലെങ്കിൽ 8-നോ അവര് ഖുബായിൽ എത്തിച്ചേർന്നു. 8-ന് ഖുബായിൽ എത്തിച്ചേർന്നു, 11-നോ 12-നോ മദീനയിൽ എത്തിച്ചേർന്നു എന്നതാണ് ചരിത്രകാരന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. എന്നാലും അത് റബീഉൽ അവ്വലിലാണ് നടന്നത്. അത് അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിപരമായ കാര്യവുമായിട്ട് മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ, ശരീഅത്തുമായിട്ട് അതിന് ബന്ധമില്ല. ഹിജ്റ നടന്നത് കൊണ്ട് ഇന്നത് ചെയ്യണം, ഹിജ്റന്റെ ദിവസം ഇന്നത് ചെയ്യണം, ഹിജ്റന്റെ ദിവസം ഇന്നൊരു നോമ്പ് നോക്കണം, ഹിജ്റന്റെ ദിവസം ഇന്നൊരു ഒരു ദിക്ർ ചൊല്ലണം, ഇല്ല, അതിന് ശരീഅത്തുമായിട്ട് ബന്ധമില്ല. 4ാമതായിട്ട് റബീഉൽ അവ്വൽ മാസം ചരിത്രത്തിൽ സാക്ഷിയാകുന്നത് ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറയുന്നത് ഇതേപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ റബീഉൽ അവ്വൽ മാസവുമായിട്ട് അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിനെ ശരീഅത്തിന്റെ ഭാഗമാക്കിയില്ല, അത് താരീഖിന്റെ ഭാഗം മാത്രമാക്കി. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് വഫാത്തായ ദിവസം ഒരു പ്രത്യേക ദുആ, ഒരു പ്രത്യേക ഖുർആൻ പാരായണം, ഒരു പ്രത്യേക തരത്തിലുള്ള ദിക്ർ, ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം ഇല്ല. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്ത് താരീഖിന്റെ ഭാഗമാണ്, അത് അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിപരമായ കാര്യമാണ്, ശരീഅത്തുമായിട്ട് അതിന് ബന്ധമില്ല. അതേ സന്ദർഭത്തിൽ അല്ലാഹു തആല ശരീഅത്തുമായി
ഇസ്ലാം ദീനിനെ ബന്ധിപ്പിച്ച റിസാലത്തിന്റെ ബന്ധമുണ്ടാക്കിയെടുത്ത 7 മാസങ്ങൾ റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, ഈ 7 മാസങ്ങളാണ്. അതിൽ റജബ് കഴിഞ്ഞ് ശഅബാൻ കഴിഞ്ഞു. റജബിന്റെ പ്രത്യേകത ശരീഅത്തിൽ എന്താണ്, ശഅബാന്റെ പ്രത്യേകത ശരീഅത്തിൽ എന്താണ്, നാം അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റമളാനിലെത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തുമായിട്ട് കൃത്യമായി ബന്ധിപ്പിച്ച് മുഹമ്മദി റിസാലത്തനുസരിച്ച് അത് ബോധ്യപ്പെടുത്തണം അല്ലാഹ്ക്ക്. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത തൗഹീദ് ക്ലിയറാക്കി എടുക്കണം, ഷഹാദ ക്ലിയറാക്കി എടുക്കണം. റമളാൻ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്നു. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി. ശഹ്റു റമളാൻ, റമളാൻ മാസം. അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസത്തിന്റെ പേരെടുത്തതിന്റെ പോരിശയെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ വിളംബരം നടത്തുകയാണ്. ശഹ്റു റമളാൻ. എന്നിട്ട് ആ മാസത്തിന്റെ അല്ലാഹു തആല നൽകിയ പ്രത്യേകതകൾ എണ്ണി പറയുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് ആ മാസത്തിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഈ ആയത്ത്, ഈ സൂറത്ത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന സൂറത്തിന്റെ പിറകിലാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ എന്നത് വഹയിന്റെ തുടക്കമാണ്. അത് ഹിറായിൽ നടന്ന സംഭവമാണ്. ആ തുടക്കത്തെ രണ്ടാമത് പറഞ്ഞ സൂറത്തിലൂടെ സ്ഥിരപ്പെടുത്തുന്നു. അത് നടന്നത് ഖദറിന്റെ രാത്രിയിലാണ്. ബിസ്മി കഴിഞ്ഞിട്ട് പിന്നെ ഖദറാണ്. വളരെ കൃത്യമാണ് കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിന് നൽകിയ രണ്ടാമത്തെ പ്രത്യേകത മൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. നോമ്പ് നിർബന്ധമാക്കി അല്ലാഹു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതലേ നോമ്പ് നിർബന്ധമാണ് ഈ സമൂഹത്തിന്. ആദം നബിന്റെ നുബുവത്തിലും ശീസ് ഇദ്രീസിന്റെ നുബുവത്തിലും നൂഹ് നബിന്റെ റിസാലത്തിലും തുടർന്ന് അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്ത് വരെയുള്ള കാലഘട്ടങ്ങളിലും നോമ്പ് നിർബന്ധമായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളെ പൂർവികന്മാർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എല്ലാ മുർസലീങ്ങളെ ശരീഅത്തിലും നോമ്പുണ്ട്. മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് നൽകിയ പ്രത്യേകത അഷ്റഫുൽ ഖൽഖിന്റെ തിരുവചനത്തിലൂടെയും താരീഖിലൂടെയും നമുക്ക് ബോധ്യപ്പെട്ടു വരും. 15 കൊല്ലക്കാലം അഷ്റഫുൽ ഖൽഖ് ദഅവത്തിന്റെ പരിശ്രമങ്ങൾ നടത്തി. ഏതാണ്ട് 100 കണക്കിന് ആൾക്കാർ ആ തൗഹീദിനെ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യസമയം വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെയും സഹാബാക്കളുടെയും തൗഹീദിന്റെ പൂർത്തീകരണം സ്ഥിരീകരിച്ചെടുക്കാൻ, പരിശോധിച്ചെടുക്കാൻ, അതിന് മാർക്ക് നൽകാൻ ബദർ യുദ്ധമുണ്ടാക്കി അല്ലാഹു തആല. എന്തിനായിരുന്നു ബദർ? നമുക്ക് വിശദീകരിക്കാം. അതിനെ യുദ്ധമാക്കി മാറ്റിയത് ആരാ? ജൂതന്മാരും ഷിയാക്കളുമാണ് അതിനെ യുദ്ധമാക്കി മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാഷ്ട്രീയക്കാരതിനെ യുദ്ധമാക്കി മാറ്റി. ഇതൊന്നുമല്ല, മുഹമ്മദ് മുസ്തഫ തങ്ങൾ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന 15 കൊല്ലക്കാലത്തെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് അല്ലാഹു തആലക്ക് അറിയണം. അതേപോലെ തന്നെ 313ഓളം വരുന്ന പ്രഗത്ഭരായ സഹാബാക്കൾ, അവർ അന്ന് മുതൽ ഇന്ന് വരെ അഷ്റഫുൽ ഖൽഖിന്റെ പിറകിലാണ്. അവരുടെ ഷഹാദത്ത് എത്രത്തോളം ഉണ്ട് എന്ന റിസൾട്ട് അല്ലാഹു തആലക്ക് അറിയണം. അതിന് അല്ലാഹു തആല ഉണ്ടാക്കിയെടുത്ത ഒരു അമലാണ് ബദർ. നമുക്ക് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല അവന്റെ പ്രാപഞ്ചിക വിഷയങ്ങൾ, തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ, ഞാൻ പണ്ടേ സൂചിപ്പിക്കുന്നത് പോലെ അള്ളാന്റെ ദർബാറിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയത്തിൽ 1 വർഷത്തേക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ, ഒരാഴ്ചക്കേക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ, 1 ദിവസത്തേക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ, വ്യാഴാഴ്ചക്കേക്ക് മാത്രം കൊടുക്കുന്ന റിപ്പോർട്ടുകൾ, തിങ്കളാഴ്ചക്കേക്ക് മാത്രം കൊടുക്കുന്ന റിപ്പോർട്ടുകൾ, അങ്ങനെ വ്യത്യസ്ത ഫയലുകൾ അതാത് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാൻ മൊത്തത്തിൽ ആ ഫയലുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഏർപ്പാടാക്കി ഓഹരി വെച്ച് കൊടുക്കുന്നത് റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ഒരു രാത്രിയാണ്. അല്ലാഹ് പറഞ്ഞു സൂറത്തു ദുഖാനിൽ, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം,
നേരത്തെ തീരുമാനിച്ച് റെക്കോർഡാക്കി വെച്ച വിഷയങ്ങൾ അടുത്തൊരു വർഷത്തേക്കുള്ള ഫയൽ ഉദ്യോഗസ്ഥന്മാർക്ക് വിഹിതിച്ചു കൊടുക്കുന്നത് ആ രാത്രിയിലാണ്. ഫീഹ, ആ രാത്രിയിലാണ് യുഫ്രഖു, വേർതിരിക്കപ്പെടുന്നത്. അതായത് ഫയൽ വേർതിരിക്കുന്നത്, അതിൻ്റെതായ രീതിയിൽ ഓരോന്നിനും വേണ്ടപ്പെട്ട രീതിയിൽ വിഭജിക്കുന്നത്. കുല്ലു അംരിൻ ഹക്കീം, നേരത്തെ തീരുമാനിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദർബാറിൽ നടന്ന കാര്യങ്ങൾ. എന്താണ് അള്ളാഹുവിന്റെ കാര്യങ്ങൾ എന്ന് ആലോചിച്ച് നോക്കി. ആ പരിശുദ്ധ റമദാനിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ആ പരിശുദ്ധ റമദാനിൽ നേടേണ്ടത് നേടിയിരിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, 4 കാര്യങ്ങൾ തീർച്ചയായിട്ടും നേടിയിരിക്കണം. ഒന്ന്, ഷഹാദത്ത് പൂർണ്ണമായും സഹിയാക്കിയിരിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റമദാനിൽ നേടാനുള്ള 4 കാര്യങ്ങൾ, അത് 2 അള്ളാഹ്ക്ക് നാം കൊടുക്കാനുള്ളതാണ്. അതിലൊന്ന് ഷഹാദത്താണ്. അത് ചെല്ലിത്തീർക്കാനല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന എന്ന് ചെല്ലിത്തീർക്കാനല്ല. ഷഹാദത്ത് എന്ന് പറഞ്ഞത് ദുആ അല്ല, അത് പ്രഖ്യാപനമാണ്. ഇന്നലെ വരെ റമദാനിൽ ശഅബാൻ 29 വരെ ജാറങ്ങളിൽ കയറിയിറങ്ങി അവരുടെ ബർക്കത്തും ജാഹും അവർക്ക് വേണ്ടിയുള്ള പൊരുത്തവും നേടി നടന്നവർ റമദാൻ മാസത്തോടുകൂടി തിരുത്തിയേ പറ്റൂ. തിരുത്താനുള്ള മാസമാണ് റമദാൻ. നിങ്ങൾക്ക് ഷഹാദത്തിലേക്ക് മടങ്ങി വരാനുള്ള മാസമാണ് റമദാൻ. അതുകൊണ്ട് മടങ്ങി വരണം. പറ, അശ്ഹദു, ഞാൻ ഇന്നു മുതൽ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇടയ്ക്ക് ഞാൻ ഒരാളെയും നിർത്തുന്ന പ്രശ്നമില്ല. എല്ലാറ്റിനും ഞാൻ അള്ളാഹിനെ കാണുന്നുള്ളൂ. അത് ഞാൻ ജീവിച്ച് തെളിയിക്കും. അശ്ഹദു, എങ്ങനെ തെളിയിക്കും? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് നിയോഗിച്ചയച്ചു തന്ന ഒരു റസൂൽ ഉണ്ട് എനിക്ക്, മുഹമ്മദ് മുസ്തഫ. ആ റസൂൽ 23 കൊല്ലക്കാലം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദ എങ്ങനെയാണ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അശ്ഹദു, അതും ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ അല്ലാഹ് ആവശ്യപ്പെടുന്നു റമദാൻ മാസത്തിൽ. അപാകതകളും പോരായ്മകളും കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, രണ്ടാമതായിട്ട് റമദാനിൽ അല്ലാഹ് കൊടുക്കേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അത് ചെല്ലിത്തീർക്കാനുള്ളതല്ല. ഒരു സ്ഥാനെ കൂട്ടിക്കൊണ്ടിട്ട് അൽഫാത്തിയ വിളിച്ചിട്ട് ഒരു 100 ആൾ അസ്തഗ്ഫിറുല്ലാഹ് 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 പറഞ്ഞ് ബിരിയാണി തിന്ന് ബിരിയാനുള്ളതല്ല. മറിച്ച് ഹൃദയത്തിൽ നിന്ന് ഉടമസ്ഥനായ റബ്ബിലേക്ക് പോകണം ഇസ്തിഗ്ഫാർ. മധ്യത്തിൽ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല, എൻ്റെ അല്ലാഹ് മാത്രം. അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ്, കഴിഞ്ഞത് മാപ്പാക്കി താ അല്ലാഹ്, വ അതൂബു ഇലൈഹി, ഞാനിതാ പൂർണ്ണമായും നിന്റെ അടുത്തേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും മറ്റടുത്തേക്ക് ഞാൻ പോവില്ല, നിന്റെ അടുത്തേക്ക് വന്നിരിക്കും. ഇതാണ് ഇസ്തിഗ്ഫാർ. ഇതാണ് ഇസ്തിഗ്ഫാർ. ബാക്കി 2 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഒന്ന് സ്വർഗപ്രവേശനമാണ്, മറ്റേത് നരകമോചനമാണ്. ഈ ഷഹാദത്ത് ഈ രീതിയിൽ നിങ്ങൾ കൃത്യമാക്കുകയും ഇസ്തിഗ്ഫാറിലൂടെ എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുകയും ചെയ്താൽ അവർക്ക് ഞാൻ നിർബന്ധമായും 2 കാര്യങ്ങൾ നൽകും. ഒന്ന് സ്വർഗപ്രവേശനമാണ്, മറ്റേത് നരകമോചനമാണ്. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം, അല്ലാഹ്, ഞങ്ങൾ മുഴുവനും, ഉമ്മത്തിനെ മുഴുവനും, ഇന്നുകളിലും ഇന്നലകളിലും നാളുകളിലുമുള്ളവരെയും മുഅ്മിനീങ്ങളെ മുഴുവനും ആ പരിശുദ്ധ റമദാനിൻ്റെ ഔദാര്യമായ, ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഔദാര്യമായി നീ നിശ്ചയിച്ചു തന്ന സ്വർഗപ്രവേശനം തന്ന് അനുഗ്രഹിക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അതിന് ഞങ്ങളെ ഷഹാദത്തിനെ ബലവത്താക്കി തരികയും ചെയ്യണമേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളെയും അനുയായികളെയും ബദ്രിൽ കൊണ്ടുവന്നിട്ട് എന്താണ് ചെയ്തത് നമുക്ക് വരും നാളിൽ ചർച്ച ചെയ്യാം. അല്ലാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, നമ്മുടെ ബാപ്പ ഉമ്മമാർ, അതേപോലെ തന്നെ കൂട്ടുകുടുംബാദികൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവക്കക്കാർ, നാട്ടുകാർ, വീട്ടുകാർ, അവരൊക്കെ ബർസഖിൻ്റെ ലോകത്താണ്. ചിലർ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല റാഹത്തിലാണ്, മറ്റു ചിലർ എന്തോ കാരണത്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിലാണ്. അല്ലാഹ്, നിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന നല്ലവരോടൊപ്പം നിൻ്റെ ഔദാര്യം കൊണ്ട് നീ അവരെ ചേർക്കണേ അല്ലാഹുവേ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തദ. وقال عز من قال إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.
اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارضنا شف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم عافنا وعاف مبتلانا ومبتلى المسلمين. اللهم اشفنا واشف مرضانا ومرضى المسلمين. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقل الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في بدك وبحرك وجوك أجمعين يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.